ഫൺ സ്പേസ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആവർത്തന ചോദ്യങ്ങളുടെ സീരീസാണ് നമുക്കുള്ളതെന്ന്. അപ്പോൾ ഇനി വരാൻ പോകുന്ന 10th മെയിൻസ് എക്സാം അതുപോലെയുള്ള മറ്റ് കേരള PSCയുടെ എക്സാമുകൾക്കൊക്കെ തന്നെ തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി നമുക്ക് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള കേരള PSC നടത്തിയ എക്സാമിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇത് കൂടുതലും GK കണ്ടൻറ്റാണ് വരുന്നത്. GK ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് നോക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് 74/74 ആണ്. ഇത് ഓഫീസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ആണ്. അതുപോലെ നൈറ്റ് വാച്ച്മാൻ ആ തസ്തികയിലേക്ക് നടന്ന ക്വസ്റ്റ്യൻസ് ആണ്. വളരെ നല്ല ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? സംവാദ് കൗമുദി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? DK കാർവേ. വനിത DK കാർവേ. നെക്സ്റ്റ്, വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി ഏത് ഭാഷയിലാണ് രചിച്ചത്? വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി ഏത് ഭാഷയിലാണ് രചിച്ചത്? ആൻസർ മറാത്തി ഭാഷ. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ മറാത്തി ഭാഷ. മറാത്തി ഭാഷ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ. സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ ആരാണ്? അബനീന്ദ്രനാഥ് ടാഗോർ. അബനീന്ദ്രനാഥ് ടാഗോർ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ അബനീന്ദ്രനാഥ് ടാഗോർ. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു? ആൻസർ ഒരു തവണ. ആമുഖം ഒരു തവണ ഭേദഗതി ചെയ്തു. നെക്സ്റ്റ്, ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ആരാണ്? ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ആരാണ്? NV കൃഷ്ണ വാര്യർ. ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ആരാണ്? NV കൃഷ്ണ വാര്യർ. NV കൃഷ്ണ വാര്യർ. അടുത്തത്, മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ്? മൗലിക കടമകൾ എവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? മൗലിക കടമകൾ എവിടെയാണ്? റഷ്യ. മൗലിക കടമകൾ ടു റഷ്യ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് അല്ലാത്തത്? ബാലഗംഗാധര തിലക്, ലജ്പത് റായ്, ചിത്തരഞ്ജൻ ദാസ്, ഗോപാലകൃഷ്ണ ഗോഖലെ. ഇവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് അല്ലാത്തത്? ആൻസർ തിലകാണ്. ബാലഗംഗാധര തിലകാണ് അല്ലാത്തവർ വരുന്നത്. നെക്സ്റ്റ്, തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? പുന്നപ്ര വയലാർ സമരം. തുലാം 10 സമരം പുന്നപ്ര വയലാർ സമരം. തുലാം 10 സമരം ഏതാണ്? പുന്നപ്ര വയലാർ സമരം. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്നത്? 1806 നടന്ന എന്താണ്? ആൻസർ വെല്ലൂർ കലാപം. 1806 വെല്ലൂർ കലാപം. വെല്ലൂർ കലാപം 1806 വെല്ലൂർ കലാപമാണ്. നെക്സ്റ്റ് വൺ, ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ വിശേഷിപ്പിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? G ശങ്കരക്കുറുപ്പ്. G ശങ്കരക്കുറുപ്പ്. രണ്ടാം ബുദ്ധൻ G ശങ്കരക്കുറുപ്പ് പറഞ്ഞു. വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ. വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ. വിവേക് ഉദയത്തിൻ്റെ സ്ഥാപകൻ. വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ കുമാരനാശൻ. വിവേക് കുമാരനാശൻ. വിവേകോ കുമാരനാശൻ. ഓക്കെ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി. രാഷ്ട്രീയ ജാതകം, ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ആമുഖത്തെ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ രാഷ്ട്രീയ ജാതകം, ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? രാഷ്ട്രീയ KM മുൻഷി. രാഷ്ട്രീയ ജാതകം KN മുൻഷി. നെക്സ്റ്റ്, 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം. 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം ഏതാണ്? 338B ആണ്. 338B. അനുച്ഛേദം 338B ആണ് 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട സാധനം. 338B 102. ഓക്കെ.
102, 338, 102 ഓർക്കുക. 2�3 8 അങ്ങനെ ഓർക്കാം, 338. ഓക്കെ, 102. ഇനി 6 മുതൽ 18 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏതാണ്? ഏതനുച്ഛേദം? അനുച്ഛേദം 21A ആണ്. അനുച്ഛേദം 21A ആണ്. അടുത്തത് 2020 ആഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം. 2020 മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം ഏതാണ്? യുണൈറ്റഡ് കിങ്ഡം. യുണൈറ്റഡ് കിങ്ഡം. 20 ഓഗസ്റ്റ് യുണൈറ്റഡ് കിങ്ഡം. നെക്സ്റ്റ്, യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാരപരിധിയിൽ പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാരപരിധി: വാർത്താവിനിമയം, ജനസംഖ്യാ ക്രമീകരണം, വിദ്യുത് ശക്തി, ക്രമസമാധാനം. യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാരപരിധിയിൽ പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ വാർത്താവിനിമയം. അതിൽ യൂണിയൻ ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും ഉണ്ട്, അതൊന്ന് നോക്കി പഠിച്ചു വെക്കാം. നെക്സ്റ്റ് വരുന്നത് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്നും 4ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ ഏതല്ല? 4ാം പഞ്ചവത്സര പദ്ധതി വായിക്കാൻ നോക്കാം. 60-74 കാലഘട്ടത്തിൽ നടപ്പിലാക്കി. മഹലനോബിസ് മാതൃക എന്ന പേരിൽ പ്രസിദ്ധമായി. ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി. ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വന്നു. 4ാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചുള്ള ശരിയായി സംബന്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1, 2 അങ്ങനെ അല്ലെ, 12 വരെയുണ്ട്. അപ്പോൾ 4ാം പഞ്ചവത്സര പദ്ധതി ഏതാണെന്നൊക്കെ വർഷവുമൊക്കെ നോക്കി വെക്കുക. ആൻസർ എന്താണ് വരിക? ശരിയായവ 1, 3, 4 69-74 കാലഘട്ടത്തിൽ നടപ്പിലാക്കി. പിന്നെ ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി. അതുപോലെ തന്നെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം ഈ ഘട്ടത്തിൽ നടപ്പിലാക്കി. അപ്പോൾ 60-74 ഓർക്കുക, ഗാഡ്ഗിൽ മോഡൽ ഓർക്കുക, പ്രഥമ ബാങ്ക് ദേശസാൽക്കരിച്ചു. ഓക്കെ, ഒന്നാമത്തെ ബാങ്കിൻ്റെ ദേശസാൽക്കരണം നടന്നത് എപ്പോഴാണ്? 4ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പോൾ 1, 2, 3, 12 പദ്ധതികൾ ഇങ്ങനെ നോക്കി പഠിച്ചു വെക്കണം. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അതിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുമ്പോൾ മാർക്ക് ചെയ്യേണ്ട ആൻസർ ഓപ്ഷൻ ഡി ആണ്. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. നീതി ആയോഗിൻ്റെ ഒരു ഭരണഘടനാ സംവിധാനമാണ്. നീതി ആയോഗ് നമുക്ക് പഠിച്ചു നോക്കാം. നീതി ആയോഗ് അല്ലേ 2015 ജനുവരി 1 രൂപീകരിക്കപ്പെട്ടു. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രധാന പരിപാടിയായ ചിന്താ സംഭരണി തിങ്ക് ടാങ്ക് ആണ് നീതി ആയോഗ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രധാന പരിപാടിയായ ചിന്താ സംഭരണിയാണ് നീതി ആയോഗ്. നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് നീതി ആയോഗ്. ഓക്കെ, നെക്സ്റ്റ്, 1971 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏത് പേരിലാണ് വിശേഷിപ്പിക്കപ്പെട്ടത്? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏത് പേരിലാണ് വിശേഷിപ്പിക്കപ്പെട്ടത്? അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് വെക്കുക കേട്ടോ, ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ്, നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെക്കുറിച്ചാണ്? ഇത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ എപ്പോഴും വരുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെക്കുറിച്ചുള്ളതാണ്? ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ചുള്ളതാണ് ഈ സംഭവം അല്ലേ, ഗാന്ധിജിയുടെ മരണം. പ്രകാശം മറഞ്ഞുപോയി, ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. നെക്സ്റ്റ്, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തതാണ്? യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? പെടാത്തത് ആരാണ്? മൈസൂർ, ഹൈദരാബാദ്, കാശ്മീർ, ജുനാഗഡ്, അത് 3 ചേർന്നു. നെക്സ്റ്റ്, 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ മുഖമുള്ള
10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം? മമ്മൂട്ടി. ആൻസർ ഓസ്ട്രേലിയ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം? ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഏതാണ്? ആൻസർ വിഴിഞ്ഞമാണ് അല്ലേ? ഇപ്പോൾ നമ്മുടെ കപ്പൽ മറിയുന്നൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചേക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം വിഴിഞ്ഞം. നെക്സ്റ്റ്, തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ 3, 5 ആണ് അല്ലാത്തത് അല്ലേ? ത്രിപുര, ഉത്തരാഖണ്ഡ്, സിക്കിം ഉത്തരപർവ്വത മേഖലയിൽ ഭാഗമായിട്ട് വരുന്നതാണ്. ത്രിപുര, ഉത്തരാഖണ്ഡ്, സിക്കിം. അത് ഭൂപടമൊക്കെ എടുത്ത് വെച്ചിട്ടൊന്ന് നോക്കുക. നെക്സ്റ്റ് വരുന്നത്, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഡൂൺ. ഇതാണ് ബന്ധമില്ലാത്തത്. അപ്പോൾ ആരവല്ലി എന്ന് പറയുമ്പോൾ ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ്. ഓക്കെ, ഈ പർവ്വതനിരയുടെ ഭാഗമാണ് മൗണ്ട് അബു. ആരവല്ലിയുടെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഗുരുശിഖർ. പഴക്കമുള്ളതാണ്. മൗണ്ട് അബു ഇവിടെ ഉണ്ട്. ദെൻ ഗുരുശിഖർ ഏറ്റവും ഉയരമുള്ളത് ആരവല്ലി. ഓക്കെ, നെക്സ്റ്റ്, ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉൾപ്പെടാത്ത തീരസമതലം ഏതെന്ന് കണ്ടെത്തുക. ആൻസർ എന്താണ്? വടക്കൻ സിർക്കാസ് തീരം. വടക്കൻ സിർക്കാസ് തീരം. നെക്സ്റ്റ്, അടുത്തതിരിക്കുന്നതിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ട്രാൻസ് ഹിമാലയ ഖാസി, ഉപദ്വീപീയ പീഠഭൂമി ചട്ടനാഗ്പൂർ, ഹിമാലയ പൂർവ്വഘട്ടം, കിഴക്കൻ മലനിരകൾ, ലഡാക്ക്. ഇതിന് ശരിയായ ജോഡി ഏതാണെന്ന് നോക്കുക. ഉപദ്വീപീയ പീഠഭൂമി ഏതാണ്? ഛോട്ടനാഗ്പൂർ. ഉപദ്വീപീയ പീഠഭൂമി ഛോട്ടനാഗ്പൂർ. ശരിയായത് അങ്ങോട്ട് നോക്കി വെക്കുക. ബാക്കി ആലോചിച്ചാൽ വെക്കണ്ട. നെക്സ്റ്റ്, 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലുപ്പത്തിനനുസരിച്ച് കൊടുത്തിട്ടുണ്ട്. ശരിയായിട്ട് ക്രമീകരിക്കുക. ആ ഓപ്ഷൻ ഏതന്നെ ആൻസർ? ഏറ്റവും വലിയ രാജസ്ഥാൻ നമുക്കറിയാം അല്ലേ? മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് അല്ലേ? ഇത് സമ്പൂർണ്ണ തെറ്റ് നമുക്കറിയാൻ പറ്റും. ബാക്കി 3 വെച്ചിട്ട് കണ്ടുപിടിക്കണം. രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. രാജസ്ഥാൻ, ദെൻ മധ്യത്തിൽ വരുന്ന മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. വലിപ്പം. ഇനി അന്റോണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്തകൾ ഇടനേടുന്ന വ്യക്തിയാണ്. ആരാണ് ഇദ്ദേഹം? UN സെക്രട്ടറി ജനറലാണ്, അറിയാം. അന്റോണിയോ ഗുട്ടറസ് UN സെക്രട്ടറി ജനറൽ. നെക്സ്റ്റ്, പുതിയ അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും കൊടുത്തിട്ടുണ്ട്. തെറ്റായത് കാണുക. തെറ്റ് വരുന്നത് ഛത്തീസ്ഗഡ്. ഓപ്ഷൻ ഡി ആണ്. ഇതാണ്. അപ്പോൾ ഇത് രാജസ്ഥാൻ ഭജൻലാൽ ശർമ്മ, തെലങ്കാന രേവന്ത് റെഡ്ഡി, മധ്യപ്രദേശ് മോഹൻ യാദവ്. അപ്പോൾ അത്രയും കൊണ്ട് അതങ്ങ് ശരിയായത് പഠിച്ചു വെക്കാം അല്ലേ? രാജസ്ഥാൻ്റെ ഭജനാണ്, തെലങ്കാന റെഡ്ഡി, മധ്യപ്രദേശ് മോഹൻ യാദവ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത്, ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാര പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ്? വിസ ഇളവ് അതെഴുതും. ഏതാണത്? വിസ ഇളവ് അനുവദിച്ച രാജ്യം ഇറാനാണ്. നെക്സ്റ്റ്, 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഒപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഒഡീഷയും ആന്ധ്രാപ്രദേശും. നമ്മളിത് 24 തീർത്തിട്ടോ 2 ക്വസ്റ്റ്യൻ കൂടി തീർത്തിട്ട് വഴി 25ലേക്ക് കയറി സ്ട്രോങ് ആയിട്ട് ചൂടെ പഠിക്കണം. ചൂടെ കൊടുത്തിട്ടുള്ള ജില്ലകളിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ. കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? കണ്ണൂർ, അതുപോലെ ആരാണ്? കാസർഗോഡ്. കണ്ണൂരും കാസർഗോഡ്, കണ്ണൂരുമായിട്ട് കണ്ണൂരും കാസർഗോഡും കർണാടക. കണ്ണൂർ, കാസർഗോഡ്, കർണാടക. നെക്സ്റ്റ്, കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? 78. തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ചേരാത്തത് കണ്ടെത്തുക. ആൻസർ ഏതാണ്? അഷ്ടമുടിക്കായലാണ്. ആൻസർ വെറുതെ പറഞ്ഞു പോകുമ്പോൾ നമുക്കത് കുറേയെല്ലാം നമുക്ക് അറിയാവുന്നതായിരിക്കും അല്ലേ? അറിയാത്തത് പഠിച്ചു പോകണം. നെക്സ്റ്റ്, പെരിയാർ നദിയും ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്?
പെരിയാർ ബന്ധമില്ലാത്ത ഏതാണ്? ബി ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഈ നദി ഏത് നദി? പെരിയാർ നദി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. പെരിയാർ നദി പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു. പിന്നെ എറണാകുളം ജില്ലയിൽ വെച്ചാണ് ഈ നദി അറബിക്കടലുമായി ചേരുന്നത്. പെരിയാർ നദി എറണാകുളം ജില്ലയിൽ വെച്ചാണ് അറബിക്കടലുമായി ചേരുന്നത്. ഇടമലയാർ അണക്കെട്ട് ഈ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, പശ്ചിമഘട്ടം, എറണാകുളം ജില്ല, അറബിക്കടൽ, ഇടമലയാർ അണക്കെട്ട്, പെരിയാറുമായി ഓർത്തിരിക്കുക. നെക്സ്റ്റ്, തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികൾ ചേരാത്ത കണ്ടെത്തുക. തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികൾ ജോഡിയല്ലാത്തവ ഏതൊക്കെയാണ്? അത് ജോഡിയില്ലാത്തത് ഏതാണ്? ഷോളയാർ പാലക്കാട്. ഷോളയാർ പാലക്കാട്. നെക്സ്റ്റ് വരുന്നത്, തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ നിന്നും ഇടുക്കി ജില്ലയെ ബന്ധമില്ലാത്തത് ആരാണ്? ഇടുക്കി ജില്ല ഏതാണ്? ആറളം അല്ലേ? ആറളം ഫാം. ഓക്കെ, ആറളം. അപ്പോൾ ഇടുക്കി ജില്ലയിൽ കുറിഞ്ഞിമല, ചിന്നാർ ഉണ്ട്, നമുക്കറിയാം. പെരിയാർ അല്ലേ? ഇടുക്കി ജില്ല, പെരിയാർ. ഇനി വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഏതാണ്? വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനം. അടുത്തത്, കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു. യോജിക്കുന്നവ കണ്ടെത്തുക. മത്സ്യബന്ധന തുറമുഖങ്ങളും അവയുടെ ജില്ലയും യോജിച്ചവ എഴുതുക. അടുത്തത്, ഈ തവണ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള മലയാളി താരം എം ശ്രീശങ്കർ ഏത് കായിക ഇനവും ബന്ധപ്പെട്ടിരിക്കുന്നു? അർജുന അവാർഡ് നിർദ്ദേശിക്കപ്പെട്ട എം ശ്രീശങ്കർ ഏത് കായിക ഇനത്തിലാണ് ഈ അർജുന അവാർഡ് നേടി എടുത്തിട്ടുള്ളത്? ഏതാണത്? അത്ലറ്റിക്സ് ആണ്. ശ്രീശങ്കർ അത്ലറ്റിക്സ് ആണ്. അടുത്തത്, ഇന്ത്യയിൽ നടക്കുന്ന നാല് തരം തിരഞ്ഞെടുപ്പ്, അതിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ് ഏതൊക്കെയാണ്? ഒന്ന് ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ തിരഞ്ഞെടുപ്പാണ്. അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പാണ്. പിന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. അടുത്തത് പഞ്ചായത്താണ്. ഈ നാലെണ്ണത്തിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ് ഏതാണ്? ഏതായിരിക്കും? നമ്മുടെ ആൻസർ പഞ്ചായത്ത് അല്ലേ? ഉറപ്പായി എഴുതാൻ പറ്റും. നഗരങ്ങളിലെ തൊഴിലധികൃതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിൻ്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നഗരങ്ങളിലെ തൊഴിലധികൃതർക്ക്. നഗരങ്ങളിലെ ആൻസർ എന്താണ്? നമുക്ക് നഗരങ്ങളിലെ എന്ന് പറയുമ്പോൾ സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. നഗരങ്ങളിൽ സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. അടുത്തത്, ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണമെന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആൻസർ എന്താണ്? വൈകുണ്ഠ സ്വാമികൾ. വെണ്ണീജ ഭരണം, വൈകുണ്ഠ സ്വാമികൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ തന്നെയാണ്. ഇന്ത്യ, ചണം കേട്ടോ. ഇനി ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണമെന്ന് പറയാൻ കാരണം എന്താണ്? ദഹനം സുഗമമാക്കാൻ അല്ലേ? ആഹാരത്തെ അല്ലേ മാൾട്ടോസാക്കി മാറ്റുന്നുണ്ട്. ആദ്യം ഉമിനീര് വെച്ചിട്ട് ഭക്ഷണം ചവച്ചരയ്ക്ക് മധുരം ഉണ്ടാവില്ലേ? അപ്പോൾ വായിൽ വെച്ച് തന്നെ ദഹനം തുടങ്ങുന്നുണ്ട്. സോ ദഹനം സുഗമമാക്കാനാണ് ചവച്ചരച്ച് കഴിക്കണമെന്ന് പറയും. ഇനി ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്താണ്? ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ആപ്പിളിൽ എന്താണ്? മാലിക് ആസിഡ്. ഇനി ഇന്ത്യയുടെ സൗരദൗത്യത്തിൻ്റെ പേരെന്ത്? ആൻസർ ആദിത്യ L1. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആരാണ്? വിരാട് കോഹ്ലി. മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടൻ ആരാണ്? 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 23 നേടിയത് ആരാണത്? അല്ലു അർജുൻ.
2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി എവിടെയാണ്? പാരീസ്. സമ്മർ ഒളിമ്പിക്സ് പാരീസ്. നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? അപര്യാപ്തത രോഗങ്ങൾ. വിറ്റാമിൻ്റെ കുറവ് കൊണ്ട് ഉണ്ടാകുന്ന രോഗം. തന്നിരിക്കുന്നവയിൽ സങ്കരയിനം നെല്ലിനങ്ങൾ ഏതൊക്കെയാണ്? പവിത്രയും അന്നപൂർണയും. പവിത്ര ആൻഡ് നെല്ലാണ്. പവിത്രയും അന്നപൂർണയുമാണ് നെല്ലിനങ്ങൾ. ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയില്ലാത്ത പ്രസ്താവന ഏതാണ് കൊടുക്കുക? മണ്ണിലെ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. ശരിയല്ലാത്തവയാണേ. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിന് പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതൊക്കെ? എല്ല്, പല്ല്. ആൻസർ കാൽസ്യം, പിന്നെ ഫോസ്ഫറസ്. കാൽസ്യവും ഫോസ്ഫറസ്. ഓപ്ഷൻ എ, കാൽസ്യവും ഫോസ്ഫറസ്. തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏതല്ല? ഏതൊക്കെയാണ്? മലമുഴക്കി വേഴാമ്പലുണ്ട്, മലബാർ വിരുകുമുണ്ട്. ആൻസർ ഓപ്ഷൻ സി ആണ്, മലമുഴക്കി വേഴാമ്പലും മലബാർ വിരുകും. അടുത്തത് 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ഏതാണ്? കോഴിക്കോട് ജില്ല. ഐക്യരാഷ്ട്ര സംഘടന 2023 എന്ത് വർഷമായി ആചരിക്കുന്നു? ചെറുധാന്യങ്ങൾ, മില്ലറ്റ്. ചില ലോഹങ്ങളും അവയുടെ അയിരുകളും തന്നിരിക്കുന്നു. ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക. അയിരുകളൊക്കെയാണ്. ശരിയല്ലാത്ത എന്താണ്? സിങ്ക്, ഗലീന. അലൂമിനിയം ബോക്സൈറ്റ് നമുക്കറിയാം. സിങ്ക്, ഗലീനയാണ് അല്ലാത്തത്. ബോക്സൈറ്റ്, അലൂമിനിയം, ഇരുമ്പ്, ഹെമറ്റൈറ്റ്, കോപ്പർ, കുപ്രൈറ്റ് എന്നിവ ശരിയാണ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഒരു വസ്തുവിന് അതിലെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. ഗതികോർജ്ജം തന്നിരിക്കുന്നവയിൽ എന്തിനെയെല്ലാം ആശ്രയിക്കുന്നു? ഗതികോർജ്ജം ആശ്രയിക്കുന്ന എന്തിനെയൊക്കെയാണ്? ഒന്ന് മാസിനെയും അടുത്തത് അതിൻ്റെ പ്രവേഗത്തെയുമാണ്. ഗതികോർജ്ജം മാസിനെയും പ്രവേഗത്തെയും ആശ്രയിക്കുന്നു. ഓപ്ഷൻ സി ആണ് ആൻസർ. എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മോംഗ്ലി, ബവൻറ്റി, ലോയിസി ബ്രൂസ്, അലക്സി എക്കിമോവ് എന്നിവർക്ക് 2023 രസതന്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത്? ബവൻറ്റി, ബ്രൂസ്, അലക്സി എക്കിമോവ് അല്ലേ, കെമിസ്ട്രിക്ക് നോബൽ സമ്മാനം ലഭിച്ചത് എന്ത് കണ്ടുപിടുത്തമാണ്? അറിയാം, പിടിച്ചപ്പോൾ അത് ഓർമ്മയില്ല. ക്വാണ്ടം ഡോട്ട്സ്. നെക്സ്റ്റ്, ശബ്ദതരംഗവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന വ്യവസ്ഥാനങ്ങളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. ആൻസർ എന്താണ്? മൂന്നാമത്തതാണ്. ഇതാണ്. ബാക്കി വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. സൗണ്ടിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. പിന്നെ 20,000 ഹെഡ്സ് വരെ നമുക്ക് കേൾക്കാൻ കഴിയും. അടുത്തത്, ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണത്തിൻ്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പലൻ്റ് ഏതാണ്? ചന്ദ്രയാൻ 3 ആണ്. ആൻസർ ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും. നെക്സ്റ്റ്, എക്സ് എന്ന ഷെല്ലിൻ്റെ എക്സ് എന്ന മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 281 ആയാൽ ആ മൂലകത്തിലെ ആകെ ഷെല്ലുകളുടെ എണ്ണം 281 ആണ് ഇലക്ട്രോൺ വിന്യാസം. ഷെല്ലുകളുടെ എണ്ണം എത്ര കാണും? 3. ഓക്കെ. ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായി കണ്ടെത്തുക. ഹൈഡ്രജൻ വാതകം ഹെൻറി കാവൻഡിഷ് ആണ്, ലോഹമാണ്, ഐസോട്ടോപ്പാണ് റേഡിയം. മുഖ്യ ഘടകം, സൂര്യനിലെ നക്ഷത്രങ്ങളിൽ മുഖ്യ ഘടകം എന്താണ്? ഹൈഡ്രജനാണ്. ഇതിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നില്ലേ? ശരിയായ ഏതൊക്കെയാണ്? നമുക്കറിയാം, 1ഉം 4ഉം ആണ് അല്ലേ. ഹെൻറി കാവൻഡിഷ്, മുഖ്യ ഘടകം ഹൈഡ്രജൻ. നെക്സ്റ്റ്, ജലജന്യ രോഗമായ ഡയേറിയയ്ക്ക് കാരണമായ രോഗമാണ്
ഏതാണത്? ഡയേറിയ ബാക്ടീരിയ. കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണത്? ഒന്ന് മന്ത് അല്ലേ, പിന്നുള്ളത് മലമ്പനി. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ, മന്ത് മലമ്പനി. നെക്സ്റ്റ്, ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ തെറ്റായ പ്രസ്താവന അല്ലേ, ആണോ? ശരിയായവ കണ്ടെത്തുക. നാരുകളെ സംബന്ധിച്ച് ശരിയായവ. നാര്. 1. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിൽ ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ധാന്യമാണ് നാരുകൾ. പിന്നുള്ളത് ഇതാണ്, സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത്. പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കോശഭിത്തി എന്താണ്? സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത്. നാരുകൾ ദഹിക്കാറുമില്ല. എന്തിനാണ് അവ ഉപയോഗിക്കുക? എന്തിനാണ്? നമ്മുടെ അല്ലേ വൻകുടലിൽ കൂടി അല്ലെങ്കിൽ വേസ്റ്റ് പദാർത്ഥം, വൻകുടലിൽ വലിയ സ്ട്രക്ചറില്ല, അപ്പോൾ അതിൽ കൂടി ഇങ്ങനെ ആ വേസ്റ്റ് ബോളസായിട്ട് പുറകോട്ട് ഡെഫിക്കേഷന് സഹായിക്കണമല്ലേ, മലം പുറത്തേക്ക് പോകാൻ. അപ്പോൾ ഇങ്ങനെ വൻകുടലിൽ കിടക്കാതെ ആ വേസ്റ്റ് ബോൾ പോലെ ഇങ്ങനെ പുറത്തേക്ക് തള്ളണമെങ്കിൽ ആര് വേണം? ഫൈബറിൻ്റെ, നാരുകളുടെ ആവശ്യം വേണം. നെക്സ്റ്റ് വരുന്നത്, ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണം ഏതാണ്? സ്റ്റെതസ്കോപ്പ്, അറിയാലോ. നെക്സ്റ്റ്, വാക്സിനുകളെ ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്ത ഏതൊക്കെയാണ്? ശരിയില്ലാത്തവയാണ്. ഇപ്പോൾ വാക്സിൻ എന്ന് പറയുമ്പോൾ രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്യമായി കഴിവ് കൊടുക്കുന്ന വസ്തുക്കളാണ്. ഡോക്ടർ എഡ്വേർഡ് ജെന്നറാണ് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത്. ജനനം മുതൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നൽകുന്ന വാക്സിനുകൾ ഇപ്പോൾ നിലവിലുണ്ട്. അടുത്തത്, വൈറ്റ് കെയിൻ, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജാനേന്ദ്രിയെ ബന്ധപ്പെട്ടിരിക്കുന്നു? വൈറ്റ് കെയിൻ, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച്, ഏതാണത്? കണ്ണ്. തന്നിരിക്കുന്ന ശരിയായ ജോഡി കണ്ടുപിടിക്കുക. ക്ഷയം, വൈറസ്, ചിക്കൻ പോക്സ്, പ്ലാസ്മോഡിയം, മലേറിയ, ഫംഗസ്, ഡയേറിയ, ബാച്ച്. ഇത് കുറച്ച് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ വന്നല്ലേ ഉള്ളൂ, അപ്പോൾ അത് നമുക്ക് എഴുതാൻ പറ്റും. ഏതാണ്? ഡയേറിയ ബാക്ടീരിയ. അപ്പോൾ അതറിയത്തില്ലെങ്കിൽ ഇതും പോയി, 2 മാർക്ക് ഒന്നിച്ചങ്ങ് പോയി അല്ലേ. അപ്പോൾ നെക്സ്റ്റ്, ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ട് പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെയാണ്? ജീവിതശൈലി രോഗം. ആൻസർ ഏതൊക്കെയാണ്? 1ഉം 2ഉം ശരി. ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ, വ്യായാമമില്ലായ്മ എന്നുകൊണ്ടാണ് ജീവിതശൈലി രോഗം ഉണ്ടാവുക. പിന്നെ പുകവലി, മദ്യപാനം, മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു. അടുത്തത്, വിറ്റാമിനുകളെ ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയല്ലാത്തവ ഏതൊക്കെയാണ്? വിറ്റാമിൻസ്. ശരിയല്ലാത്ത പ്രസ്താവന വിറ്റമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് അല്ലേ. അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്ന ആരൊക്കെയാണ്? എപ്പോഴും പറയാം, അഡക്, ADEK അല്ലേ. BC എന്ന് പറയുമ്പോൾ അത് ജലത്തിൽ ലയിക്കുന്നവ. D സൂര്യപ്രകാശം നമുക്കറിയാം. Pയും Cയും വെള്ളത്തിൽ ലയിക്കുന്നവയാണ്. K രക്തം കട്ടുപിടിക്കും, അറിയാം. നെക്സ്റ്റ് വരുന്നത്, കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതൽ എന്തെല്ലാമാണ്? ആൻസർ എന്തൊക്കെയാണ്? മുൻകരുതൽ എന്ന് പറയുമ്പോൾ ഇതാണ്, ചുറ്റുപാടിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. പിന്നെ കൊതുക് വല പോലുള്ളത് ഉപയോഗിക്കുക. കൊതുകിനെ അല്ലേ, ചിക്കൻ ഗുനിയ ഡെങ്കിപ്പനി ആരാ പരത്തുക? കൊതുക് മൂലമല്ല, കൊതുക് കുത്തിയിട്ട് പിടിച്ചു എന്നല്ലേ പറയുക. അപ്പം കൊതുകിനെ ഒഴിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതാണ് നമ്മൾ ആൻസറിൽ വരേണ്ടത്. നെക്സ്റ്റ്, ഡിവൈസ് ക്ലോഷർ എന്ത് ബന്ധപ്പെട്ടിരിക്കുന്നു? ഡിവൈസ് ക്ലോഷർ എന്ന് പറയുമ്പോൾ അത് ഹൃദയമാണ്. ജീവൻ ടാഗ് ലഭിച്ച ചോക്കുവാരി എവിടെ നിന്ന് വന്നു? ചോക്കുവാരി എവിടെ നിന്ന് വന്നു? ആസാമിൽ നിന്ന് വന്നു. ചോക്കുവാരി ആസാമിൽ നിന്ന് വന്നു. പിന്നെ EG51 എറിസ് കോവിഡ് വകഭേദം കൊണ്ടുവന്ന അല്ലെ അത് കാണിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കോവിഡ് അല്ലേ, പ്രശ്നമാണ്. അപ്പോൾ D നോക്കാം, എന്തായിരുന്നു ഒന്നുകൂടെ നോക്കാം. മഹാരാഷ്ട്ര, അതായത് കോവിഡ് വന്നു, ഇപ്പോൾ വീണ്ടും 6000 കേസുകളൊക്കെ കേരളത്തിലും കഴിഞ്ഞപ്പോൾ കോവിഡിനെ കുറിച്ച് വേണമെങ്കിൽ ചോദിക്കാം അല്ലേ. ഇന്ത്യയിൽ ആദ്യമായി
ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം അല്ലേ? ജലം കൊണ്ട് പണം ഉണ്ടാക്കുന്ന എവിടെയാണ് ഇപ്പോൾ നമ്മുടെ എവിടെയാണ്? കേരളം. അപ്പോൾ ആൻസർ കേരളം തന്നെ അല്ലേ? വാട്ടർ മെട്രോ അല്ലേ? വാട്ടർ മെട്രോ. അപ്പോൾ ഇത് ഇത്രയും. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും നമുക്ക് തരാക്കാം. എൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇത് ലാസ്റ്റ് ഇയർ സർവൻസിൻ്റെയാണ്. ഓൾസോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇതിൻ്റെത് 10 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഞാൻ അവിടെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. താങ്ക് യു.